സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് എടുക്കുന്ന ആൾക്കാരല്ല ആദ്യത്തെ കാര്യം. ഞങ്ങൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയും സ്ഥിരതയുമാണ്. ഈ വ്യക്തതയും സ്ഥിരതയും വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തുമാത്രം ഇമ്പാക്റ്റോ ഇംപ്ലിമെൻറ്റേഷനോ വരും എന്നുള്ളത് നമുക്കത് കറക്റ്റായിട്ടൊരു അവലോകനം തന്നെ വേണം. അതായത് അനാലിസിസ് ഇവിടെ ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ പറഞ്ഞു നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ് ഇവിടെ ഒരുപാട് ഗ്രോ ചെയ്യുന്നു, ക്വാണ്ടിറ്റി ആക്ച്വലി കൂടുതലാണ്. പക്ഷേ ദ ഫാക്ട് ഇസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ ക്വാളിറ്റി? എന്തുകൊണ്ട് സ്റ്റാർട്ടപ്സ് ഫെയിലിയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം ബിക്കോസ് വി നോട്ട് മോണിറ്ററിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ദീസ് സ്റ്റാർട്ടപ്സ്. എന്താണ് ഈ സ്റ്റാർട്ടപ്സിന് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു ഇന്നലെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പ് നാളെ ഒരു മാസങ്ങൾ കഴിയുമ്പോൾ ഇല്ല. എന്തുകൊണ്ടാണ് അവിടെ അത് വരുന്നതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാകുന്ന അവർ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് എക്സ്പേർട്സും മെൻറ്റോഴ്സും എല്ലാം കൂടെ തികഞ്ഞ് വന്നാൽ മാത്രമേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റോ സർവീസോ അല്ലെ എന്ത് സിസ്റ്റം ആയാലും അവർക്ക് അതിനെ അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം ഇവിടെ ആക്സസിബിലിറ്റി വളരെ കുറവാണ്, ഔട്ട്റീച്ച് വളരെ കുറവാണ്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ സംഭവിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനാലിസിസ് അല്ലെങ്കിൽ ആ മെഷറിംഗ് ടൂൾ ഇവിടെ ഇല്ല. ദിസ് ഇസ് നോട്ട് അബൌട്ട് ഗവൺമെൻറ്റ്സ് ഓർ ദിസ് ഇസ് നോട്ട് അബൌട്ട് എന്താ പറയുക ലീഡേഴ്സ് ഓർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇതിന് വാലിഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, നമ്പർ ഇപ്പോൾ ഇവിടെ പറയുന്നു. ഈ നമ്പർ ഇതിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം തന്നെ അതിനെ അവലോകനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ഡൗട്ടാണ്. ഇപ്പോൾ 250 crores ഡിഫറെൻ്റ്ലി ഏബിൾഡിന്, 40 crores ഷീ വർക്ക് സ്പേസിന്, അതുപോലെ തന്നെ 3 to 10 crores FOF വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടിങ് വരുന്നത്. പക്ഷേ ഈ ഫണ്ടിങ് ഒക്കെ വരുന്നാലും ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഫണ്ടിങ് വന്നിട്ട് ഹൗ ആർ യു ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദിസ്? വാട്ട് ഈസ് ദ ഇമ്പാക്ട് ആഫ്റ്റർ ദിസ്? ബഡ്ജറ്റ് ഉണ്ട് 100% വെരി ഫേവറബിൾ ആൻഡ് വെരി സപ്പോർട്ടീവ്, വെരി അപ്രീഷിയേറ്റിംഗ് ദാറ്റ് ഇതൊക്കെ നമ്മുടെ സ്റ്റാർട്ടപ്സിന് കിട്ടും എന്നുള്ളത്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഇത് ഇവിടെ വരണമെങ്കിൽ മെൻറ്റോഴ്സും അതുപോലെ തന്നെ എക്സ്പേർട്സും വേണം. ഈ മെൻറ്റേഴ്സിനും എക്സ്പേർട്സിനെ എങ്ങനെ ഈ സ്റ്റാർട്ടപ്സിന് കിട്ടും? ഈ VC എവിടെയാണെന്നുള്ളത് എങ്ങനെ കിട്ടും? ഇതെല്ലാം വലിയൊരു ഗ്യാപ്പാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല മെൻറ്റേഴ്സിനെയും നല്ല എക്സ്പേർട്സിനെയും അവരിൽ തന്നെ ഒരു എൻറ്റയർ പോർട്ടൽ അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് എത്ര ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യുള്ളൂ. ബിക്കോസ് അൺലെസ് എക്സ്പേർട്സ് ആൻഡ് മെൻറ്റേഴ്സ് ആർ നോട്ട് ദെയർ, ഐ ഡോണ്ട് തിങ്ക് സ്റ്റാർട്ടപ്പ് ക്യാൻ ബി ഫോംഡ്. ഈവൻ വുമൻ ഓൺടർപ്രണേഴ്സിൻ്റെ കേസിന് എടുക്കാം. കൂടുതലും ആൾക്കാർ പാഷൻ പ്രൂണേഴ്സാണ്. ഇത് ഞാൻ പറയുന്നത്, ഞാൻ സ്വയം ഒരു പാഷൻ പ്രൂണർ, ആക്സിഡൻ്റൽ ഓൺടർപ്രണർ അല്ല ഞാൻ പിന്നെ പാഷൻ പ്രൂണറെ. ബട്ട് ഫോർ മീ ദ ജേർണി ഫ്രം പാഷൻ പ്രൂണർ ടു ഓൺടർപ്രണർ വാസ് ആക്ച്വലി വെരി ലോങ്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഐ മെൻറ്റോർ. അപ്പം ഇവിടെ സ്ത്രീകൾക്ക് പലർക്കും അറിയാൻ പറ്റാത്തത് എങ്ങനെയാണ് ഒരു സ്ട്രക്ചേർഡായിട്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് നടത്തുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ഊന്നി പറയുന്നത് മെൻറ്റേഴ്സിനെയും എക്സ്പേർട്സിനെയും കൊണ്ടുവരാനുള്ള അതിന് ഒരു ക്ലാരിറ്റി കുറച്ചും കൂടെ ഒരു വ്യക്തത കൂടുതലും വേണം. ബിക്കോസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞായിരുന്നു മെൻറ്റേഴ്സിനും എക്സ്പേർട്സിനെയും കൊണ്ടുവന്ന് പ്രോജക്ട്സ് ഒക്കെ വരും, ഡൈവേഴ്സിറ്റി ഇനീഷ്യേറ്റീവ്സ് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു, ഒക്കെ ക്ലാരിറ്റി. പക്ഷേ എന്താണ് മെൻറ്റേഴ്സിനെയും എക്സ്പേർട്സിനെയും എങ്ങനെ ഇവർ ഓൺബോർഡ് ചെയ്യും? എങ്ങനെയാണ് ആ പാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൂ വിൽ ബി ദ പീപ്പിൾ ഹൂ വിൽ ബി ഫിൽറ്ററിങ് ദം? ഇതിന് പ്രത്യേകിച്ച് ഒരു ബോർഡോ എന്തെങ്കിലും ഉണ്ടോ? എത്ര ബഡ്ജറ്റാണ് ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി വെച്ചേക്കുന്നത്? ബിക്കോസ് ആ നമ്പർ ഞാൻ കേട്ടില്ല. സ്റ്റാർട്ടപ്സിന് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ സ്കെയിലബിൾ സ്റ്റാർട്ടപ്സ് ഇവിടെ തന്നെ നിൽക്കും. ബിക്കോസ് ഐഡിയേഷനും ട്രാക്ഷനുള്ള സ്റ്റാർട്ടപ്സ് മാത്രമേ ഇവിടെ നിൽക്കുന്നത്. സ്കെയിലബിലിറ്റി വരുമ്പോൾ നമ്മുടെ എക്കോസിസ്റ്റം തന്നെ പുഷ് ചെയ്യുക ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ. പക്ഷേ അതങ്ങനെ അല്ലാതെ അവരെ സ്കെയിലബിളുള്ള സ്റ്റാർട്ടപ്സിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം വെണ്ടർ മാർക്കറ്റല്ല, കേരളം ഒരു ബ്രാൻഡ് മാർക്കറ്റായി മാറും. അതിന് ഏത് ഗവൺമെൻറ് ആയാലും, ഇടതായാലും വലുതായാലും, ഈ സപ്പോർട്ട് സിസ്റ്റത്തിന് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ നാളെ ഇവിടുത്തെ GDP എന്തുമാത്രം വളർന്ന് നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഭയങ്കര ഒരു ഫേം സ്ട്രോങ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റേറ്റായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.